പ്രിയമുള്ളവരെ, പൈസഗിരി ചരിത്രത്താളുകളിലൂടെ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. നമ്മുടെ നാടിൻ്റെ ചരിത്രം, ഈ നാട് ഇന്ന് നമ്മൾ കാണുന്ന അധിവസിക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്നതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അധ്വാനവും അവരുടെ പ്രതീക്ഷയും അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ചരിത്രത്തിന് അതിൽ വലിയ സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഏകദേശം കുടിയേറ്റത്തിൻ്റെ 60-70 വർഷങ്ങൾ പിന്നിടുമ്പോൾ പൈസഗിരി ഇന്ന് കാണുന്ന സമ്പൽ സമൃദ്ധിയിലേക്ക് വളർന്നു വന്ന ഈ പൈസഗിരിയുടെ ആരംഭ മുഖം എന്താണെന്ന് ഇന്നുള്ള തലമുറയ്ക്കോ വളരെ വ്യക്തമായി അറിയില്ല. കാരണം കുടിയേറ്റത്തിൻ്റെ പിതാക്കന്മാരായിട്ടുള്ളവരൊക്കെ നമ്മിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞു. ഇനിയും ഇത് രേഖപ്പെടുത്തുന്ന രേഖയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇത് നമുക്ക് നമ്മുടെ അനന്തര തലമുറകൾക്ക് വിശ്വാസയോഗ്യമായി കൈമാറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു സംരംഭവുമായി വന്ന് ഇനിയെങ്കിലും ഈ കാലഘട്ടത്തിൽ പൈസഗിരിയെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ കഴിയുന്ന ഓർമ്മശക്തിയുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ അറിവുകൾ പകർന്നു തരാൻ കഴിയുന്ന വ്യക്തികളുമായി സമ്പർക്കത്തിലൂടെ അവരുമായി ആശയവിനിമയത്തിലൂടെ ഇതൊരു ചരിത്ര രേഖയാക്കി മാറ്റുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ പരിപാടിയുടെ തുടക്കം വളരെ സന്തോഷകരമാണ്. കാരണം ഇന്ന് നമ്മോടൊത്ത് ഉള്ളത് പൈസഗിരിയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള, ഈ കാലഘട്ടങ്ങളിലൊക്കെയും ഇവിടുത്തെ ആധ്യാത്മിക ഭൗതിക നേതൃത്വങ്ങളോട് സഹകരിച്ച് നിന്നുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ ആധ്യാത്മിക വളർച്ചയ്ക്കും നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കഴിഞ്ഞ ഒരു മാന്യ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊത്ത് ഉണ്ടെന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ കാരണം. അത് മറ്റാരുമല്ല, നമ്മളോടൊത്ത് ഉള്ള നമുക്കെല്ലാം മാതൃകയും വഴികാട്ടിയുമായി കഴിഞ്ഞിട്ടുള്ള പുണർത്താവുന്ന മാത്യു സാറാണ്. മാത്യു സാറിനെ വളരെ കൃത്യമായി ഇന്നത്തെ ചർച്ചയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യും. മാത്യു സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം, ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന ഇപ്പോൾ പൈസഗിരിയിലുള്ള മുതിർന്ന തലമുറ എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നവരെ പോലും പരിശീലിപ്പിക്കാനും ഞങ്ങളുടെയൊക്കെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താനും കഴിഞ്ഞിട്ടുള്ള ഒരു മാന്യ വ്യക്തിത്വം എന്നുള്ള നിലയിലാണ് മാത്യു സാറിനെ കാണുന്നത്. അതിലുപരിയായിട്ട് മാത്യു സാറിനെ കുറിച്ച് ഞാൻ അനുസ്മരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക, എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും മഹത് വ്യക്തി എന്ന് കരുതാവുന്ന ശ്രീ മൂർക്കോത്തി രാമണ്ണയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ള ഇന്ത്യ ഭരിച്ച മുഴുവൻ ഭരണാധികാരികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി വളരെ ശക്തമായ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഓരോ ഭരണാധികാരികളെയും കുറിച്ച് വളരെ വിശദമായി അവരുടെ വ്യക്തി വൈജാത്യങ്ങളെക്കുറിച്ച്, വ്യക്തിത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തോട് ഒത്തിരുന്ന് കേൾക്കാനും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും എനിക്ക് ലഭിച്ചിട്ടുള്ളത് വലിയ ഭാഗ്യമായി കരുതുക. ഞാനിതിവിടെ അനുസ്മരിക്കാൻ കാരണം, ഈ പൈസഗിരി ഇടവക രൂപീകൃതമായതിൻ്റെ ഒരു 7 വർഷങ്ങൾക്ക് ശേഷമാണ് മാത്യു സാർ മലബാറിൽ വരുന്നതെങ്കിൽ വന്ന കാലഘട്ടം മുതൽ ഈ പൈസഗിരി ഇടവകയിൽ വന്നിട്ടുള്ള മുഴുവൻ വൈദികരോടും അതുപോലെ ഈ നാട്ടിന് നേതൃത്വം നൽകിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് വളരെ കഠിനമായി അധ്വാനിക്കുകയും ബുദ്ധിപരമായി നിന്നുകൊണ്ട് അതിന് പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ പ്രചോദനവും നൽകിക്കൊണ്ട് മുൻപോട്ട് പോകാനും കഴിഞ്ഞിട്ടുള്ള ഒരു മാന്യ വ്യക്തിത്വമാണ് മാത്യു സാർ. അത് മാത്രമല്ല, ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹം ഇടപെട്ടിട്ടുള്ള മുഴുവൻ മേഖലകളെക്കുറിച്ചും ഇപ്പോഴും വലിയ നല്ല രീതിയിലുള്ള ഓർമ്മശക്തി അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയും. വളരെ വിപുലമായ വായനയും പരന്ന വായനയും വായിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഹൃദയസ്ഥമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഓർമ്മശക്തിയും അദ്ദേഹത്തെ ഈ നാട്ടിലെ വലിയ ഒരു ഞങ്ങളുടെയൊക്കെ ഭാവനയിലുള്ള ഒരു ലിവിങ് എൻസൈക്ലോപ്പീഡിയ ആയിട്ട് മാത്യു സാറിനെ മാറ്റി. ഒരുപക്ഷെ ഞങ്ങളൊക്കെ വിദ്യാലയത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ പോലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്ന് സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗമായി സേവനം ചെയ്യുന്ന മാത്യു സാറിൻ്റെ അടുത്തേക്ക് വളരെ ആവേശപൂർവ്വം ഓടിപ്പോയിട്ട് ആർ ജനാർദ്ദൻ സാറിനെ പോലെയുള്ള അധ്യാപകരൊക്കെ സംശയ നിർവൃതി വരുത്തി ചരിത്രം പഠിപ്പിക്കാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്ന രംഗം ഓർമ്മയുണ്ട്. ആ കാലഘട്ടം മുതൽ ഇന്നോളം ഏത് രംഗങ്ങളിലും, മതപരമായ രംഗങ്ങളിലും അതുപോലെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക മേഖലയിലും വലിയ നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നാടിന് നേതൃത്വം വഹിക്കാൻ മാസാറിന് കഴിഞ്ഞു. പക്ഷേ മാസാർ ഒരിക്കലും തിരശ്ശേരിക്ക് മുന്നിലായിരുന്നില്ല, പിന്നിലായിരുന്നാണ് മാസാറിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും മാസാർ ഈ അവസരത്തിൽ നമ്മളോടൊത്തായിരുന്നുകൊണ്ട് നമ്മുടെ സംശയങ്ങൾക്ക് നിർവൃതി തന്നുകൊണ്ട് ഈ നാടിൻ്റെ ആരംഭകാല ചരിത്രത്തെക്കുറിച്ച് മാത്യു സാറിൽ നിന്ന് കിട്ടുന്ന
വാക്കുകൾ വലിയ വിലപ്പെട്ട മുത്തുകളായി നമ്മൾ സൂക്ഷിക്കും. അത് നമ്മുടെ രേഖയിലുണ്ടാവും എന്ന അതിയായ സന്തോഷത്തോടുകൂടി ഞാൻ പറയുകയാണ്. സാറേ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. എങ്കിലും പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ അറിവുകൾ പൂർണ്ണതയുള്ളതല്ല. പക്ഷെ നമ്മളതിൻ്റെ പൂർണ്ണതയിലാണ് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറ്റപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ട് മതസാറിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ വളരെ വിലപ്പെട്ടതും ആ ഓർമ്മ വളരെ വിലപ്പെട്ടതുമായി നമ്മൾ കണക്കാക്കുകയാണ്. പൈസക്കിരി ഇടവക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഇടവക വലിയ സമ്പന്നതയിലോ അല്ലെങ്കിൽ വലിയ മേഖലയായിട്ട് 1000-ഓളം കുടുംബങ്ങൾ പാർക്കുന്ന ഈ പ്രദേശങ്ങളുടെ ഉൾക്കൊള്ളുന്ന പ്രദേശമായി മാറിയിട്ടുണ്ടെങ്കിലും പൈസക്കിരിയിലേക്കുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് 1946 പൈസക്കിരിയിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് അന്ന് മാത്യു സാർ നേരിട്ട് ഇടപെട്ട അനുഭവസ്ഥനല്ലെങ്കിൽ പോലും വളരെ വ്യക്തമായ കേട്ടറിവുകളും കാര്യങ്ങളും ഓർമ്മശക്തിയും മാത്യു സാറിന് ഉള്ളത് കൊണ്ട് ആ സംഭവത്തെക്കുറിച്ച് മാത്യു സാറിന് വിശദീകരിക്കാവും. പഴശ്ശിക്കരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമം മധ്യോത്തര കേരളത്തിൽ ഇന്നത്തെ കണ്ണൂർ ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കുടക് മലകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചു കുടിയേറ്റ ഗ്രാമമാണ്. കുടിയേറ്റത്തിന് മുമ്പ് 2 നൂറ്റാണ്ടുകളോ കാലത്തോളം ഈ പ്രദേശം കാട് പിടിച്ചു കിടന്നിരുന്നു. അതിന് കാരണം ടിപ്പു സുൽത്താൻ്റെ യുദ്ധവും ആക്രമണങ്ങളും ആണ്. അദ്ദേഹത്തിൻ്റെ ആക്രമണകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെക്കൻ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അന്ന് തിരുവിതാംകൂർ എന്നറിയപ്പെട്ടിരുന്ന ഭാഗങ്ങളിലേക്ക് ഓടിപ്പോവുകയുണ്ടായി. തന്മൂലം ഇവിടം വിജനമായി കിടന്നു. പക്ഷേ ഇതിനടുത്തുള്ള ഗ്രാമമായ പയ്യാവൂർ അന്നും ജനനിബിഡമായിരുന്നു. കുടിയേറ്റത്തിന് മുമ്പ് 2 നൂറ്റാണ്ട് മുമ്പത്തെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. കുടിയേറ്റം ആരംഭിച്ചത് 1946 വർഗീസ് മണ്ണാർകണ്ടത്തിൽ എന്ന വ്യക്തി ഇവിടെ എത്തിയതോടുകൂടിയാണ് കുടിയേറ്റം ആരംഭിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പൈസക്കരിയിൽ താമസിക്കാതെ പയ്യാവൂര് ഒരു വീടെടുത്ത് താമസിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ വർഷമോ 47-ലോ മറ്റാരും വന്നില്ല. 47-ൻ്റെ അവസാനം 48-ഓടുകൂടി ഒറ്റയ്ക്കും തെറ്റയ്ക്കും ആളുകൾ വന്നുകൊണ്ടിരുന്നു. പ്രധാനമായും പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ താലൂക്കുകളായ മീനച്ചിൽ, തൊടുപുഴ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ കൂടുതലും കുടിയേറിയത്. അവിടുത്തെ സംസ്കാരവും ആയാണ് ഇവിടെ വന്നത്. പക്ഷേ അവർ അനുഭവിച്ച കാലാവസ്ഥയോ പ്രദേശങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇവിടെ കാട് പിടിച്ച് കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ കാലാവസ്ഥയിൽ വ്യാപക വ്യത്യാസമുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ വന്നു കയറിയത്. അതെ സാറേ, ഈ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലെ കുടിയേറ്റങ്ങളൊക്കെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ പ്രദേശത്തും വന്നിട്ടുള്ളവർ തിരുവിതാംകൂറിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത ഭാഗങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാർ സൂചിപ്പിച്ചു, നമുക്ക് ഇവിടെ വന്നത് മീനച്ചിൽ താലൂക്കിൽ നിന്നും തൊടുപുഴ മേഖലയിൽ നിന്നുമാണ് കൂടുതൽ ആൾ പൈസഗിരിയിലേക്ക് വന്നത്. അവരവിടെ നിന്ന് അങ്ങനെ ആ ഒരേ കാലഘട്ടത്തിൽ കൂട്ടമായിട്ട് പോരാനുണ്ടായ അല്ലെങ്കിൽ മലബാറിലേക്ക് തേടി പോരാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് ആ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന അറിവുകളും സാറിന് പങ്കുവെക്കാം. 2ാം ലോകമഹായുദ്ധം നമുക്കൊക്കെ അറിയാവുന്ന പോലെ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ മഹാദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. യുദ്ധം നടന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത തിരുവിതാംകൂർ, കൊച്ചി പോലുള്ള രാജ്യങ്ങൾ പോലും സംസ്ഥാനങ്ങൾ പോലും ഈ കെടുതിയിൽ ഉൾപ്പെട്ടുപോയി. തൽഫലമായി തിരുവിതാംകൂറിലുണ്ടായിരുന്ന കൃഷികളെല്ലാം ഒന്നും ലഭിക്കാതെ വരികയും ആളുകൾ നിത്യദാരിദ്ര്യത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ മലബാറിൽ മണ്ണുണ്ട്, കൃഷി ചെയ്ത് ജീവിച്ചു പോകാം എന്നുള്ള കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ആളുകൾ മലബാറിലേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പയ്യാവൂര്, മടമ്പം മേഖലകൾ കോട്ടയം രൂപതയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കുടിയേറ്റം, നമുക്ക് മുമ്പേ ഉണ്ടായ ഒരു മൈഗ്രേഷൻ അതാണ്. അവരുടെ മൈഗ്രേഷൻ്റെ പ്രത്യേകതയുള്ളത് അതൊരു ഗ്രൂപ്പ് മൈഗ്രേഷനായിരുന്നു. കോട്ടയം ചൂളപ്പുറം മെത്രാൻ്റെ നേതൃത്വത്തിൽ അവിടുന്ന് ഇവിടെ വന്ന് കുറേ സ്ഥലമെടുക്കുകയും അതിൻ്റെ ചരിത്രപരമായി നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ടോത്ത്, മംഗലാപുരം യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന കണ്ടോത്ത് ഈ വഴി
ഇവിടുത്തെ ഭൂമിയെക്കുറിച്ച് ബിഷപ്പിന് കൊടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് സ്ഥലം വാങ്ങുകയും അവിടെ നിന്ന് ഒരു കുറേ കുടുംബങ്ങൾ ഒന്നിച്ച് മലബാറിലേക്ക് വരികയും ചെയ്തു എന്നുള്ള ഒരു ചരിത്രമാണ്. ഒരു ഗ്രൂപ്പ് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് പയ്യാവൂർ കോളനികളുണ്ടായത്. നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പിൻബലം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന നമ്മുടെ പിതാക്കന്മാർക്ക് ഏതെങ്കിലും സഭാപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഏതെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെ ഒരു സംഭവം ഈ കുടിയേറ്റത്തിലുണ്ടായിട്ടില്ല. വ്യക്തികൾ വന്നു, വ്യക്തികൾ അവരോട് ബന്ധപ്പെട്ട മറ്റു കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും കൂട്ടി വന്നു എന്നല്ലാതെ മതപരമായതോ സംഘടിതമായ ഒരു കുടിയേറ്റമല്ല ഉണ്ടായത്. സംഘടിത കുടിയേറ്റം നമ്മുടെ മേഖലയിൽ ഇല്ല, സംഘടിതമായ കുടിയേറ്റമല്ല. ഒരു സംഘടനയുടെ പിൻബലത്തിലോ മതത്തിന്റെ പിൻബലത്തിലോ ഒന്നും ഉണ്ടായില്ല. ഇവർക്ക് ഈ പൈസക്കിരി എന്നുള്ള ഒരു നാമം ഈ പഴശ്ശിക്കരി എന്ന പേരിലാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ മുദ്രയിലുള്ള പൈസക്കിരി അല്ല, പഴശ്ശിക്കരിയാണ്. ഈ പഴശ്ശിക്കരിയായിട്ട് അത് നിലനിൽക്കാൻ ഈ ഇവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു നാടിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ മാത്രം പ്രശസ്തമായിരുന്നോ പൈസക്കിരി? അത് ഈ പഴശ്ശിക്കരിയായിട്ട് നിലനിന്നതിനെ കുറിച്ച് ഐതിഹ്യപരമായിട്ട് എന്തെങ്കിലും നമുക്ക് നമ്മുടെ അറിവില് നമുക്ക് വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കാവുന്നതായിട്ടുണ്ടോ? ചോദ്യം രണ്ടായിട്ട് വിധിച്ച് മറുപടി പറയാനുള്ളൂ. ഇത് പഴശ്ശിക്കരി എന്ന പേര് വരാൻ കാരണം പഴശ്ശി രാജവംശത്തിൻ്റെ കുലദേവതയായിരുന്ന പരദേവതയായിരുന്ന ശ്രീ പോർക്കലി ഭഗവതിയുടെ ക്ഷേത്രം ഇവിടെയായിട്ടുണ്ടായിരുന്നു. ദേവിയുടെ ക്ഷേത്രം ഇവിടെയാണുണ്ടായിരുന്നത്. പഴശ്ശി രാജാക്കന്മാർ ഇവിടെ വന്ന് ആരാധന നടത്തുകയും മറ്റും ചെയ്തു പോന്നു. അതുകൊണ്ട് പഴശ്ശി രാജവംശവുമായി ബന്ധപ്പെട്ട പഴശ്ശിക്കരി എന്ന ഈ സ്ഥലത്തിന് പേര്. സ്ഥലങ്ങളുടെ പേരിൽ വയൽ പ്രദേശങ്ങളിൽ കരിയും ചേർന്ന് പറയും. പഴശ്ശി രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് പഴശ്ശിക്കരി എന്ന പേര് വന്നത്. കുടിയേറ്റക്കാരുടെ വരവിനെ തുടർന്ന് അവരുടെ നാമിനടങ്ങുന്ന രീതിയിൽ പൈസക്കിരിയായി പരിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ. വാസ്തവത്തിൽ പഴശ്ശിക്കരി എന്ന് തന്നെയാണ് സ്ഥലത്തിന്റെ പേര് ഇപ്പോഴും ഔദ്യോഗികങ്ങളിലൊക്കെ ഉള്ളത്. നമ്മളൊരു നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ കുടിയേറ്റത്തിലാണെങ്കിൽ പോലും അവർക്ക് ഞാൻ കോട്ടയത്തിൻ്റെ അവരുടെ രൂപതയുടെ ഗ്രൂപ്പ് മൈഗ്രേഷനെ കുറിച്ച് ചോദിക്കാനുള്ള അടിസ്ഥാന കാരണം അന്ന് അവർക്കൊരു വഴി തെളിച്ചു കൊടുക്കാനാണ്. എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ജെ കണ്ടോത്ത് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് ഒരു വലിയ സമൂഹത്തെ രാജപുരം മടമൻ 2 കേന്ദ്രങ്ങളിലായിട്ട് ഭൂമി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഗ്രൂപ്പായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവരെ സെറ്റിൽ ചെയ്യാമെന്ന്. നമുക്ക് പൈസക്കിരിയിലേക്ക് പോകാം എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മുടെ പിതാക്കന്മാർക്ക് പ്രേരണ തരുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നതാണ്. അവർ ഭൂമി തേടി വന്നു എന്നുള്ളതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ പൈസക്കിരിക്ക് അങ്ങനെ ഒരു ചരിത്രപരമായ ഇങ്ങോട്ടേക്ക് ആകർഷിക്കത്തക്ക തരത്തിലൊന്നും ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. യാദൃശ്യമായും ഇതുകൊണ്ട് ഭൂമി തേടി അന്വേഷിച്ച് വന്നു. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കുടിയേറ്റക്കാരനായ ഒറീസയുടെ വന്നു. അവിടുത്തെ ഒറീസയുടെ വന്നു. അദ്ദേഹം മറ്റാരില്ലാത്തതുകൊണ്ട് പയ്യോട്ട് അവിടെ താമസിച്ചു. പിന്നീട് അദ്ദേഹത്തെ തുടർന്ന് അദ്ദേഹത്തിന് സ്ഥലത്ത് നല്ല പിന്നെ അധികം വന്നത് സ്ഥലത്തിലെ പുറക്കത്തിൽ പ്രദേശത്തു നിന്നാണ് അധികം ആളുകൾ ആദ്യമായിട്ട് എത്തിയത്. ആദ്യത്തെ ഒരു 52 പേരുടെ കുടിയേറ്റക്കാരായിട്ട് 49 ഒരു 54 പേര് കുടുംബങ്ങളോളം ഇവിടെ കുടിയേറി. മണ്ണാർക്കാട് ഒറീസയേട്ടൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായെന്ന് മാസ്റ്റർ പറഞ്ഞു. 1 വർഷത്തേക്ക് പ്രത്യേകിച്ച് ആരും എത്തിച്ചേരാതെ അദ്ദേഹം ഇവിടെ ഒറ്റയ്ക്ക് തന്നെ വീടെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കൂട്ടമായ ഒരു വരവാണോ ഉണ്ടായത്? ഒറ്റപ്പെട്ടുള്ള വരവായിരുന്നു കൂടുതൽ സാധ്യതയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യകാലത്ത് എത്തിച്ചേർന്ന കുടുംബങ്ങളെ ഒക്കെ ആയിരിക്കുമെന്ന് അനുസ്മരിക്കാവും. കൂട്ടമായി വന്നു എന്ന് പറയാൻ പറ്റില്ല. 6ാം കമ്പനി എന്ന് പറയുന്ന കുടുംബങ്ങളെ പോലെ ഏതാനും കുടുംബങ്ങൾ ഒന്നിച്ച് വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികവും ഒറ്റയ്ക്കുള്ള വരവുകളായിരുന്നു. ആദ്യകാലത്ത് പ്രധാനപ്പെട്ട ഏതാനും കുടുംബങ്ങളുടെ പേര് പറയാം. തേക്കൻകാട്ടിൽ, കുറുവത്താഴെ, മാരിപ്പുറത്ത്, പുതിയാവളമ്പിൽ, വട്ടമറ്റത്തിൽ, കല്ലക്കാവുന്നിൽ, പനച്ചേപ്പള്ളി, പൈമ്പള്ളി, പുള്ളിയിട്ട്, പുതിയമ്പ്ളാക്കൽ, നെട്ടനാടിക്കൽ, കുടകപ്പള്ളി, കുഴിപ്പള്ളി, ചാമോലിക്കൽ, കുളപ്പുറത്ത്, കൊണ്ടാക്കുന്നേൽ, നടുവത്ത്, ശൗരാന്തൊട്ടി, കോയിക്കൽ, കുരിയക്കാട്ടിൽ, എടപ്പാട്ട്, ഉദയപ്പാറ, ചാത്തനാട്ട്, തലച്ചിറ, മൂലപ്രാക്കൽ,
കുടക്കച്ചിറ, വാഴപ്പള്ളി, വടക്കേ ചെന്നിട്ട്, പാറയ്ക്കൽ, കണിയാശ്ശേരി, കടയത്താങ്കൽ, കടലിച്ചിൽ, പനച്ചപ്പള്ളി, മുതുവാലി തുടങ്ങിയ കുടുംബങ്ങളാണ് ആദ്യകാലത്ത് വന്നത്. ഞങ്ങൾക്ക് ഈ ഇത്രയും പേര് മീനച്ചി താലൂക്കിൽ നിന്നും ഒക്കെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള യാത്രാ സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ മലബാർ എക്സ്പ്രസും തീവണ്ടിയും കാസർഗോഡ് മംഗലാപുരം വരെ പോകുന്നുണ്ടെന്നുള്ള ഒഴിച്ചാൽ അതിനിപ്പുറത്തേക്കുള്ള യാത്രകളൊന്നും ഇന്ന് കാണുന്ന സംവിധാനങ്ങളോ സൗകര്യങ്ങളോ വാർത്താവിനിമയങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ ഏത് തരത്തിലാണ് ഇവരുടെ ഇങ്ങോട്ടേക്ക് മലബാറിലേക്ക് പ്രത്യേകിച്ച് പൈസക്കിരിയിലേക്കുള്ള ഇവരുടെ യാത്രയുടെ വഴി എന്തായിരുന്നു, അവർ ഏത് തരത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നുള്ളതിനെ കുറിച്ച് അന്ന് അവർ ഉപയോഗിച്ച മീഡിയ അല്ല കാളവണ്ടിയോ ഏത് തരത്തിലാണ് അവർ വന്നതെന്നുള്ളതിനെ കുറിച്ച് നടന്നാണ് അതിനെക്കുറിച്ചുള്ള സാറിന് കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാവും. അവർ പ്രധാനമായിട്ട് അവർ വന്നത് തീവണ്ടി മാർഗം പാപ്പിനിശ്ശേരി വന്നിട്ടുണ്ട്. കുളപട്ടണം പാപ്പിനിശ്ശേരി, പാപ്പിനിശ്ശേരിയിൽ നിന്ന് ബോട്ട് മാർഗം ചെങ്ങളായിലെത്താമായിരുന്നു. ചെങ്ങളായി വരെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ ശ്രീകണ്ഠപുരം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ കുടിയേറ്റത്തിന് കാലമായപ്പോഴേക്കും ശ്രീകണ്ഠപുരത്തേക്കുള്ള ബോട്ട് സർവീസ് നിർത്തി ചെങ്ങളായിലേക്ക് ആക്കി. ചെങ്ങളായി ഇറങ്ങിയിട്ട് അവരവിടെ നടന്ന് ഓടുകയാണുണ്ടായത്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ റോഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. നടപ്പ് വഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വന്ന വഴിക്ക് അനവധി തോടുകളും കടമ്പുകളും എല്ലാം കടന്ന് എങ്ങനെയൊക്കെയോ കുഞ്ഞുകുട്ടി പരാധനങ്ങളും കെട്ടും കിടക്കുകയും ഒക്കെയായി അവരിവിടെ എത്തിച്ചേർന്നു. ദിവസങ്ങളോളം നടന്നാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നവർക്ക് ഇവിടെ ആദ്യം വന്ന് സ്ഥാനം ഉറപ്പിച്ചവർ അല്ലെങ്കിൽ വാസം ഉറപ്പിച്ചവർ അവരുടെ ഉള്ള സൗകര്യങ്ങൾ പങ്കുവെച്ച് ഇവർക്കൊരു ആസ്ഥാനം ഉണ്ടാകുന്നിടം വരെ പങ്കുവെച്ച് വളരെ സൗഹൃദത്തോടു കൂടി വരുന്നവരെ സ്വീകരിച്ചിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് അത്തരത്തിലുള്ള വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. വലിയ സൗകര്യങ്ങൾ നമ്മളിന്ന് കാണുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ ആർക്കും ഒന്നും പറ്റില്ലെങ്കിൽ പോലും തങ്ങൾക്കുണ്ടായിരുന്ന സൗകര്യങ്ങൾ പങ്കുവെച്ചാണ് വന്നതെന്നുള്ളൊരു അറിവുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അത് എന്തുമാത്രം ഹൃദ്യമായിരുന്നു ഈ വന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു അറിവ് ഏതെങ്കിലും ഓർമ്മയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പങ്കുവെക്കപ്പെട്ട അവരുമായിട്ടുള്ള അനുഭവ വിശദീകരണത്തിലൂടെയുള്ള കാര്യങ്ങൾ മാത്രം ഓർമ്മയിലുണ്ട്. അന്ന് വന്നവർ ആദ്യം വന്നവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് മാടം പോലും കെട്ടാതെ മരത്തണലിൽ കിടന്നാണ് കുടിലൊക്കെ കെട്ടി താമസിച്ചത്. പിന്നീട് തൊട്ട് പിറകെ വന്നവർക്ക് ആദ്യം വന്നവരുടെ വീടുകളിൽ താമസിക്കാൻ അവർ സൗകര്യം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു. അവരുടെ പുതിയ വാങ്ങിയ സ്ഥലത്ത് പോയി അവിടെ പണി ചെയ്ത് കുടിൽ കിട്ടുന്നതിനും വരെ അവരെ പരിരക്ഷിച്ചതും പരിപാലിച്ചതും ആദ്യകാലത്തുണ്ടായിരുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാനസിക ബന്ധം ഈ വരവിൽ തന്നെ ഇവിടെ വന്ന് അടിസ്ഥാനം ഉറപ്പിക്കുന്നതിനോട് അകം തന്നെ ഇവിടെയുള്ള ആദ്യകാല കുടുംബങ്ങൾ പരസ്പരം ഒരു വലിയ മാനസിക ബന്ധത്തിലാണ് വളർന്നു വന്നത്. തീർച്ചയായിട്ടും. ഇനി മറ്റൊരു കാര്യം, ഈ അന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പൈസക്കിരിയിലേക്ക് കടന്നു വരുന്ന യാത്ര എന്ന് പറയുന്നത് പയ്യാവൂർ എത്തിക്കഴിഞ്ഞാൽ പയ്യാവൂരിൽ നിന്ന് നമ്മുടെ സങ്കല്പത്തിലുള്ള പൈസക്കിരി ചന്ദനക്കാമ്പാറ റോഡ് അന്നുണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ആ കാലഘട്ടത്തിൽ അവരിങ്ങോട്ട് വന്ന ആ പാത അന്നുണ്ടായിരുന്ന ഓരോ വഴിയോട് ചേർന്നായിരിക്കും ഇവർ വന്ന് സെറ്റിലായിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആദ്യകാലത്ത് സെറ്റിലായവരുടെ ആ രീതി അനുസരിച്ച് അവർ കടന്നു വന്ന വഴിയെ കുറിച്ച് ഉള്ള ഒരു സൂചന കിട്ടുന്നത് നല്ലതാണ്. പയ്യാവൂര് ഇന്നുള്ള പയ്യാവൂർ ഇന്നത്തെ പരിഷ്കാരം അല്ലെങ്കിൽ പയ്യാവൂർ ടൗൺ അന്നുണ്ടായിരുന്നു. കാരണം 46-47 ഇപ്പോൾ നമുക്കറിയാവുന്ന പയ്യാവൂർ ടൗൺ ഉണ്ടായി അല്ല പയ്യാവൂർ ആ പ്രദേശം ഉണ്ടായിരുന്നു. പക്ഷേ പയ്യാവൂർ ഇപ്പോഴത്തേക്ക് ജനവാസം ഇല്ലാതിരുന്നുകൊണ്ട് വഴി ഉണ്ടായിരുന്നില്ല. കാട്ടുപാതകളിലൂടെ കടന്നാണ് അവർ പൈസക്കിരിക്ക് എത്തിയത്.